കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ച് 5 വർഷത്തിന് ശേഷം പുനരാരംഭിച്ച തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന് ഗുരുവായൂരിൽ ആവേശോജ്വലമായ സ്വീകരണം. രാവിലെ 11:45ഓടെയാണ് ട്രെയിൻ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. ബി.ജെ.പി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മേളത്തിന്റെ അകമ്പടിയോടെ പുഷ്പാർച്ചന നടത്തിയാണ് ട്രെയിനിനെ സ്വീകരിച്ചത്. റെയിൽവേ അധികൃതരുടെ നേതൃത്വത്തിൽ മധുര വിതരണവുമുണ്ടായിരുന്നു. അതിവേഗ റെയിൽവേ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 ട്രെയിനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന കൂട്ടത്തിൽ തൃശൂർ പാസഞ്ചറും ഉൾപ്പെടുത്തി. കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് ഗുരുവായൂരിൽ നിന്നുള്ള മുഴുവൻ ട്രെയിൻ സർവീസ് നിർത്തിയ കൂട്ടത്തിലാണ് തൃശൂർ പാസഞ്ചറും നിർത്തിയത്. മറ്റെല്ലാ സർവീസുകളും പുനഃസ്ഥാപിച്ചെങ്കിലും വൈകുന്നേരത്തുള്ള പാസഞ്ചർ പുനഃസ്ഥാപിക്കാത്തത് ഏറെ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. തുടർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് സർവീസ് പുനരാരംഭിച്ചത്. നേരത്തെ 5:10 ഗുരുവായൂരിൽ നിന്നും പുറപ്പെട്ടിരുന്ന ട്രെയിൻ 6:10 പുറപ്പെടുക. 6:50 തൃശൂരിലെത്തുന്ന പാസഞ്ചർ 8:10 മടങ്ങി 8:45 ഗുരുവായൂരിൽ തിരിച്ചെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതേസമയം പാസഞ്ചറിന്റെ സമയം 1 മണിക്കൂർ വൈകി പുനഃക്രമീകരിച്ചത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. പാസഞ്ചറിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും റിപ്പബ്ലിക് ദിനം മുതലാണ് സർവീസ് ആരംഭിക്കുക. പുലർച്ചെ ഗുരുവായൂരിലെത്തി രാത്രി 11:15 പോകുന്ന തിരുവനന്തപുരം എഗ്മോർ എക്സ്പ്രസ് ആണ് പാസഞ്ചറായി ഓടിക്കുന്നത്. പകൽ വെറുതെ കിടക്കുന്ന തീവണ്ടിയുടെ AC കോച്ചുകൾ അടച്ചിട്ടാണ് പാസഞ്ചറായി സർവീസ് നടത്തുന്നത്.